ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മൺസൂണും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇനിയുള്ള നമ്മുടെ ഒരു സമ്മർ സീസണിൽ വിട്ടിട്ട് കുറച്ച് മൺസൂൺ റേഞ്ചിലേക്ക് കളക്ഷൻസ് കിടക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സമ്മറിൽ കൂടുതലും കോട്ടൺ ആണ് ഇടുക. കോട്ടൺ ഏത് സീസണിലും നമുക്ക് ഇടാൻ നല്ലതാണ്. ഇനി കുറച്ചും കൂടി ജോർജറ്റിലേക്കും റയോണിലേക്കൊക്കെ കയറി വരും. കാരണം നമുക്ക് പെട്ടെന്ന് ഇടാനും കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ചൂട് ഫീൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടൈപ്പിലേക്കാണ് വരിക. അപ്പോൾ ഇനിയുള്ള നല്ല കളക്ഷൻസിൽ നമുക്ക് ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ല നല്ല കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കളക്ഷൻസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു റയോണാണ്. ഇത് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ഇതിനകത്തൊരു ഫോയിൽ പ്രിൻ്റ് പോലെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നെക്ക് വന്നിട്ട് ഇതെങ്ങനെ ഫ്ലാപ്പ് ഇങ്ങനെ തുറക്കാം, നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി വെക്കാം. പിന്നെ ഇവിടെ കൊടുത്തിട്ടതെല്ലാം ഷോ ബട്ടണാണ് കേട്ടോ. എന്നിട്ട് എ ലൈനിൽ ഫ്രണ്ടിലൊരു കട്ടിങ് ആണ് വരുന്നത്. ഇതാണ് ഈ സ്ട്രക്ചർ. ഇത് നമുക്ക് ജീൻസിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ വെയർ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഇതുപോലെ ടോപ്പായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 42-43 റേഞ്ചാണ്. അപ്പോൾ എനിക്ക് 150 ലെങ്ത്ത്. അപ്പോൾ എനിക്കിത് നോർമൽ കുർത്ത പോലെയൊക്കെ യൂസ് ചെയ്യാം. കാരണം എനിക്ക് ഇതാണ് കറക്റ്റ് ശരിക്കും എൻ്റെ ലെങ്ത്ത് എന്ന് എനിക്ക് തോന്നും. അപ്പോൾ അല്ലെങ്കിൽ 47-48 എടുക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ആംഗിൾ വരെ എത്തും. അപ്പോൾ ഇത് നമ്മളോട് ഓൾറെഡി കുറേ പേര് പറയാറുണ്ട്, നമ്മളെന്താ നിങ്ങളിങ്ങനെ നൈറ്റ് പോലെ ഇത്ര ഇറക്കത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സാധാരണ ലെങ്ത്ത് കുറവുള്ളവർക്ക് ഇടണ്ടേ. ഞാൻ എപ്പോഴും പറയും നമുക്ക് ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷെ മറ്റുള്ളവർക്ക് ലെങ്ത്ത് വേണ്ടവർക്ക് അത് പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെൻഡും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ പുറമേന്ന് അജ്രക്ക് വരുമ്പോൾ നമ്മൾ അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പിന്നെ അജ്രക്കിൻ്റെ ഒരു ട്രെൻഡേ, ഇപ്പോൾ കോഡ് സെറ്റ് ട്രെൻഡാണ്. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ട്രെൻഡുകൾ. അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ശൈലിയിലേക്ക് വരുന്നത് ലെങ്ത്ത് കുറഞ്ഞ ഒരു മെഷർമെൻറ്റിലേക്കാണ് കേട്ടോ. ഇത് ആ റേഞ്ചിലേക്ക് വരുന്നതാണ്. ഇതിൻ്റെ കളർ വന്നിട്ടൊരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് സൈസ് ചാർട്ട് XL എന്ന് മാത്രമാണ് എഴുതുന്നത്. ഇതിൽ 2 കളർ കോംബോയാണ് വരുന്നത്. XLന് എഴുതിയാലും കറക്റ്റ് 42 കിട്ടുന്നില്ല, 41 ആണ്. ഇതിപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തിട്ടേക്കുന്നതാണ്. 41 ആണ് റേഞ്ച് വരുന്നത്. ഇതിൽ 2 കളേഴ്സാണ് വരുന്നത് കേട്ടോ. ഒന്നാമത്തെ കളർ ഇതാണ്. പ്രൈസ് വരുന്നത് 499 ആണ് കേട്ടോ. XL 41 അതാണ് നമ്മുടെ സൈസ് ചാർട്ട്. പ്രൈസ് 499. ഇതിൻ്റെ വേറെ കളറുണ്ട്, അതും കൂടി കാണാം. അപ്പോൾ അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് കേട്ടോ. ഇതൊരു വയലറ്റ് ആണ് ബേസ് വരുന്നത്. നേരത്തെ പോലെ തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പോകും. റയോൺ എനിക്കിടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ്. ഭയങ്കര സുഖമാണ് നമുക്കതൊരു ആ ഒരു ടൈപ്പ് നമുക്ക് ഭയങ്കര സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ എ ലൈനിൽ വരുന്ന ടോപ്പാണ് കേട്ടോ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കംഫർട്ടായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത്. ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല, നല്ല കട്ടിയുള്ള ടൈപ്പ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ XL 41 സൈസാണ്. 2 കളേഴ്സും വരുന്നത്. അതിലാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യും. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കാന്ത കോട്ടൺ ആണ് കേട്ടോ. നല്ല രസമുള്ള കാന്ത കോട്ടണിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കളറ് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡിനകത്ത് മെറൂണും അങ്ങനെ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഓവറോൾ കാന്ത ലൈൻസ് പോയിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. നല്ല കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. അത് 44 എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും ഓൾമോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഈ റേഞ്ചിലേക്കാണ്. ഇനി എല്ലാതും എന്ന് പറയാൻ പറ്റില്ല, കുറേയൊക്കെ അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ചിലർക്ക് ലെങ്ത്ത് ഇത്തിരി പ്രശ്നമാണ്. 1-2 വട്ടം ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു കംഫർട്ടായിട്ട് തോന്നും. അതങ്ങനെ ഒരു പ്രശ്നമേ അല്ല. മഴക്കാലത്ത് വലിയ ലെങ്ത്ത് ഉള്ളത് ഈ വലിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാളും കംഫർട്ട് ഇങ്ങനെയാണ്. അല്ല, എനിക്കറിയില്ല കേട്ടോ, നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് സൈസ് ചാർട്ട് വന്നിട്ടുള്ളത് large to 3XL ആണ്. പക്ഷെ ഞാൻ ലാർജാണ് വെയർ ചെയ്തിട്ടുള്ളത്. എനിക്കതങ്ങനെ ടൈറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നോർമൽ സൈസ് എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് എക്സ്ട്രാ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അത് അങ്ങനെ ഫിറ്റ് വരും. പിന്നെ ഇപ്പം എനിക്ക് ഇത്തിരി വയറൊക്കെ ചാടി ഇരിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈസ് നോർമൽ എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുക. നല്ല പ്രിൻറ്റും കാര്യങ്ങളാണ് പോണേ കേട്ടോ. large to 3XL ആണെങ്കിലും മീഡിയം ടു XXL ആ ഒരു സൈസ് ചാർട്ടാണ് കിട്ടുന്നത്. അത് കയ്യിൽ കിട്ടുമ്പോൾ ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജാണ്. അപ്പോൾ അത് മീഡിയംകാർക്കാണ് കംഫർട്ടായിട്ട് വരിക. അപ്പോൾ അത് ഓർഡർ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം.
പ്രൈസ് 499 ആണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ കഫ്താനാണ് കേട്ടോ. കുറേ പേര് നമ്മളോട് കഫ്താൻ കൊണ്ടുവരാൻ പറയാറുണ്ട്, പക്ഷെ നമുക്കത് കിട്ടാറില്ല. ഇപ്രാവശ്യം നമുക്ക് കഫ്താൻ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുള്ള ജോർജറ്റ് മെറ്റീരിയലിലാണ് കേട്ടോ. ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയ ടൈപ്പ് ജോർജറ്റാണ്. ഒരു ഷിഫോൺ ടച്ചിലേക്ക് വരുന്ന പോലത്തെ ഒരു ജോർജറ്റാണ് കേട്ടോ. കാരണം ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. ഇവിടെ നല്ല രസമായിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. നമുക്കൊരു 47ഓളം ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന്. ഇത് നെക്ക് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. പക്ഷേ ഇതിന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരൊറ്റ കുർത്തിയായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രേപ്പിൻ്റെ ഒരു ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലേക്കൂടെയാണ് ഇതിടേണ്ടത്. സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് സ്ലീവ് വരുന്ന, അതുപോലെ തന്നെ ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു ക്രേപ്പിൻ്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഇത് ഇടുന്നത്. അപ്പോൾ നമുക്ക് കൈയൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഷോർട്ട് സ്ലീവിൽ വരുന്ന ഇതുള്ളത് കൊണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പുറമേക്കോടെയാണ് നമ്മൾ, ഇതിന് തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത്. ഇതിങ്ങനെ വീനെക്കിൽ വരും. സ്ലീവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കഫ്താൻ്റെ സ്ട്രക്ചർ പോകുന്നത് കേട്ടോ. ഇതാണ് ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ കളർ ടോണിൽ കണ്ടോ, ഇതിനകത്ത് ഈ ഒരു ഗ്രീൻ ടോൺ പോകുന്നുണ്ട്. അതിന് മാച്ചാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇന്നർ പോകുന്നത്. പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. മീഡിയം മുതൽ XXL സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വേറെ 2 കളേഴ്സ് ഉണ്ട്, അതും കൂടി കാണാം. അടുത്തത് വന്നിട്ടുള്ളത് ഉള്ളിൽ വൈറ്റ് ആണ് ഇന്നർ വരുന്നത് കേട്ടോ. അത് ക്രേപ്പിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ലൈൻ സ്ട്രക്ചറിൽ വരുന്ന കുർത്തിയാണ്. ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൈ ചില കഫ്താനുകൾ പൊക്കുമ്പോൾ ഒരു ഇച്ചിരി പാടുണ്ടാവാറുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കളർ ടോൺ. നേരത്തെ ബ്ലൂ ആണ് കേട്ടോ. എനിക്കിത് ഗ്രീനായിട്ട് തോന്നി. ഇതാണ് ഗ്രീനിൻ്റെ വേർഷൻ. ഇതിൽ ബ്ലൂവിൻ്റെ പ്രിൻ്റാണ് കൂടുതൽ. ഇതിലൊരു ഗ്രീനിൻ്റെ ടോണാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ഇത് എസ് സൈസ് മുതൽ XL ആണ് കേട്ടോ. നേരത്തെ മീഡിയം ടു XXL എന്ന് പറഞ്ഞാൽ അതങ്ങനെ പറഞ്ഞ് ശീലിച്ച് അങ്ങനെ ആയതാണ്. S, M, L, XL. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് എസ് സൈസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അടുത്ത കളർ കാണാം. അടുത്തത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. പിങ്കാണ് ബേസ് വരുന്നത്. പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി പിങ്ക് അങ്ങനെ ഒരു പീച്ചും പിങ്കും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ആയിട്ടാണ് കേട്ടോ. അതിന് മാച്ചാവുന്ന രീതിയിൽ ഇത് കഫ്താൻ്റെ ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് കഫ്താന് ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല പ്രിൻറ്റുമാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ബ്ലൂ ആണ് ബേസ് വരുന്നത്. സെക്കൻഡിലേക്ക് ഗ്രീൻ ടോണാണ് കൂടുതൽ വരുന്നത്. തേർഡിലേക്ക് പിങ്ക് ടോണാണ് വരുന്നത്. S മുതൽ XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ള നല്ല രസമുള്ളൊരു കരിമ്പച്ച കളറിലുള്ളൊരു 2 പീസ് സെറ്റാണ് കേട്ടോ. ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഇച്ചിരി കൂടി ചെറിയ പ്രിൻ്റാണ് ബോട്ടത്തിന് വരുന്നത്. നെക്ക് പാറ്റേൺ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ഹുക്കൊന്നുമല്ല, ജസ്റ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ഓവറോൾ താഴത്തേക്ക് ഷോ ബട്ടൺ തന്നെയാണ്. എന്നിട്ട് ഫ്രണ്ടിലൊരു കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് 47 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ബോട്ടത്തിനാണെങ്കിൽ 37 to 38 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നമുക്കൊരു 16 to 17 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റയറാണിത് കേട്ടോ. നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ അത്യാവശ്യം നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നല്ല ഗ്രാൻഡായിട്ട് ഇടാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാൻ ഞാൻ ഇതാണ് ബോട്ടം വന്നിട്ട് കേട്ടോ. ഇതും കരിമ്പച്ച തന്നെയാണ് ബേസ്. ഇതിനകത്ത് കുഞ്ഞ് പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഫുൾ ഇലാസ്റ്റിക്കിലാണ് വരുന്നത്. ബോട്ടം എന്താ ഇങ്ങനെ അത്യാവശ്യം വിരിവൊക്കെ ഉണ്ട്. സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. കോട്ടൺ ആണ് ഐറ്റം. ഇച്ചിരി ഹെവി തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ സൈസ് ചാർട്ട് വന്നിട്ടുള്ളത് മീഡിയം മുതൽ 3XL സൈസ് വരെ അവൈലബിൾ ആണ്. നോർമൽ സൈസ് ചാർട്ടാണ് വരുന്നത് കേട്ടോ. മീഡിയം
38, L 40, അങ്ങനെ പോയി 3XL 46 ആണ് വരുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ സൈസുകൾ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ സൈസ് കൃത്യമായിട്ട് നോക്കിയെടുക്കുക. നമുക്ക് സൈസിൻ്റെ കേസിൽ റിട്ടേണില്ല. അതുപോലെ തന്നെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ കളർ പോകുന്നതിനൊന്നും നമുക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇതൊന്നും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടല്ല നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ കിട്ടുന്നില്ല. ചിലർക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു മെറ്റീരിയൽ എടുത്ത് വാഷ് ചെയ്തൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് പ്രൊഡക്ഷനിലേക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു സിസ്റ്റം അല്ല. നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് പോലും മാനുഫാക്ചേഴ്സ് കളർ ഗ്യാരണ്ടി പറഞ്ഞല്ല ചെയ്യണം. അപ്പം നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഒന്ന് കളർ ഗാർഡ്, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, കളർ ഗാർഡിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് അലക്കാം. നമുക്ക് ഒരു കാരണവശാലും സൈസിൻ്റെ കേസിലോ കളറിൻ്റെ കേസിലോ എന്നും പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തരുന്ന ഡീറ്റെയിൽസിനകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ നമുക്ക് അങ്ങനെ കളർ ഗ്യാരണ്ടിയോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പോലും മാനുഫാക്ചേഴ്സ് അങ്ങനെ തരില്ല. അവർക്കും അത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല പലർക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ 2 പീസ് സെറ്റ്. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അടുത്ത കളർ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ഒരു 2 പീസാണ് കേട്ടോ. 2 പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടായിട്ടുള്ള റയോൺ മെറ്റീരിയലിൽ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പലാസയാണ്. സെമി പലാസോ എന്നല്ല, ഒറിജിനൽ പലാസോ ആണ് കേട്ടോ. കണ്ടോ, ഭയങ്കര കംഫർട്ടാണ്. ഈ നെക്കിൻ്റെ പാറ്റേണിൻ്റെ ഇവിടെയൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഈ ബോർഡർ വർക്ക് കൊടുത്തിട്ടില്ലേ, ആ സെയിം ഇത് തന്നെയാണ് ബോട്ടത്തിനും വരുന്നത് കേട്ടോ. ഇങ്ങനെ ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെ ടോപ്പിന് ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. അപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഇത് എസ് സൈസാണ്. പക്ഷെ ഇതെല്ലാം സൈസ് ഓൾമോസ്റ്റ് 2 സൈസ് കൂടുതലാണ്. ഇപ്പോൾ എസ്സിന് ഓൾമോസ്റ്റ് 40ൻ്റെ അടുത്തേക്കുണ്ട്. എന്നാൽ അത്ര നിങ്ങൾ എടുക്കണ്ട. എസ്സിന് 38, എല്ലാതും അങ്ങനെ തന്നെയാണ്. മീഡിയത്തിന് നമുക്ക് ശരിക്കും 38 വേണ്ടെങ്കിൽ 42 ഉണ്ട്. അപ്പം എല്ലാതും ഒരു സൈസേ ഞാൻ കൂട്ടി പറയണുള്ളൂ. അപ്പോൾ മീഡിയം നോർമൽ ഇതിന് എസ് എന്നാണ് എഴുതിയെന്നുണ്ടെങ്കിലും മീഡിയം എന്നുള്ളൊരു കണക്കിൽ 38ലും കൂടുതലുണ്ട്. എന്നാലും 38 എന്ന് പിടിച്ചാൽ മതി. അപ്പോൾ സൈസ് വെച്ച് പറയുകയാണെങ്കിൽ 38 to 46 അതാണ്. 46 എന്ന് പറയുന്നത് XXLന് ശരിക്കും 48ൻ്റെ അടുത്തേക്ക് ഉണ്ട്. എന്നാലും ഞാൻ ഒരു സൈസേ കൂട്ടി പറയുന്നുള്ളൂ. 46 ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പം S to XXL ആണ് ഇതിൻ്റെ സൈസ് ഇതും എഴുതിയേക്കണം. പക്ഷേ സൈസ് ചാർട്ട് പ്രകാരം അളന്ന് വരുമ്പോൾ 38 to 46 ഉണ്ട് കേട്ടോ. 46, 47 എന്തായാലും കിട്ടും നമുക്ക് വലിയ സൈസ് എടുക്കുന്ന ആൾക്ക്. എന്നാലും നമ്മൾ ഒരു സൈസ് മാത്രമേ കൂടുതൽ പറയുന്നുള്ളൂ. അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. പിന്നെ ടോപ്പിന് 44 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് അറ്റയറാണ്. എനിക്കിപ്പോൾ അത് അത്ര വലിയ ഇറക്കം കുറവായിട്ട് തോന്നുന്നില്ല. 44 ശരിക്കും ഇതൊരു നല്ല രസത്തിൽ പലാസത് ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ ആൻഡ് ലുക്ക് കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇച്ചിരി ലെങ്ത്ത് 44 എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാറ്റേണിൽ വരുന്നത്. അപ്പോഴാണ് ആ പലാസ ഒരു ഭംഗി കിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ടോപ്പിലെ ബേസ് വരുന്നത്. ബോട്ടത്തിന് വരുമ്പോൾ അതിൻ്റെ ഇച്ചിരി കൂടി ലൈറ്റർ ടോൺ. അപ്പോഴാണ് അത് എടുത്ത് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു പട്ടി പോലെ കൊടുത്തിട്ടുണ്ട്. പുറകു സൈഡും ഇതേ പ്രിൻ്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്ലിറ്റഡ് ആണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത്. ലൈനിങ് ഇല്ലാണ്ട് തന്നെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം വന്നിട്ടുള്ളത് ഇതങ്ങനെയാണ് കേട്ടോ. ഒരു സൈഡ് ഇലാസ്റ്റിക്കാണ്. ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒരു പടി പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു നാടയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. റയോൺ തന്നെ മെറ്റീരിയലാണ്. പലാസയാണ് പാൻറ്റ് വരുന്നത്. റയോണിൽ തന്നെ കേട്ടോ. കംഫർട്ടായിട്ട് തന്നെ നമുക്കൊരു ടോപ്പ് ആൻഡ് പലാസോ സെറ്റാണ്. പ്രൈസ് വരുന്നത് 799 ആണ്. സൈസ് ചാർട്ട് ഓർത്തേക്കുക. S to XXL എന്നാണ് മെൻഷൻ ചെയ്തതെന്നുണ്ടെങ്കിൽ 38 to 46 വരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് ചാർട്ടാണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. നല്ല രസമുള്ളൊരു റാണി പിങ്കിൽ നല്ല വട്ടിക്കാൻ സിൽക്കാണ് വരുന്നത് മെറ്റീരിയൽ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും യോക്ക് ഏരിയയിൽ നല്ല രസത്തിൽ മെഷീൻ എംബ്രോയ്ഡറി സെറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഷാൾ വന്നിട്ടുണ്ട്. 2 സൈഡിലേക്കും ഇതുപോലെ വീവിങ് ഒരു ബനാറസി ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ബനാറസിയുടെ പോലെ അത്ര കട്ടിയുള്ള ടൈപ്പല്ല, സിമ്പിളാണ്. കണ്ടോ, 2 സൈഡിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഷാള് കാണാൻ നല്ല രസമുള്ളൊരു ഷാളാണ്. നമുക്കൊരു റിച്ച് ലുക്ക് കിട്ടും. ശരിക്കും നല്ലൊരു റിച്ച് ലുക്കാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ബോട്ടം വന്നിട്ടുള്ളത് വെട്ടിക്കാൻ സിൽക്കിൽ തന്നെയാണ്. പക്ഷെ അത് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ടോപ്പിന് ലെങ്ത്ത് വരുന്നത്
42-43 റേഞ്ചിലേക്കാണ്. ആ ഒരു പാറ്റേൺ ആണ്. നമുക്കൊരു വേറൊരു ലുക്കിൽ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. നമ്മുടെ നാടൻ ശൈലിയിൽ കുറച്ച് ലെങ്ത്ത് കൂടിയതാണ്, പക്ഷേ ഇത് ഒരു വെറൈറ്റി ലുക്കാണ്. നമുക്ക് ആ ഒരു ലെങ്ത്ത് കുറഞ്ഞിട്ട് ബോട്ടത്തിന് ഒരു ഇച്ചിരി ലുക്ക് കിട്ടുന്ന ടൈപ്പിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ടു XXL ആണ് കേട്ടോ. ഇത് യോക്ക് ഏരിയ കാണാൻ നല്ല രസമാണ്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമുക്കൊരു പാർട്ടി വെയർ ലുക്ക് തന്നെ കിട്ടും. നല്ല കളറാണ് കേട്ടോ. നല്ല രസമുള്ളൊരു റാണി പിങ്കാണ്. നല്ല ഡാർക്കായിട്ടുള്ളൊരു കളർ ചാട്ടാണ്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാണ്ടോ, മെറ്റീരിയൽ നല്ല സിൽക്കാണ്. ആകെ മൊത്തം ഇത് ഭയങ്കര ഹെവി ആണ്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ, എല്ലാം കൂടി പിടിക്കുമ്പോൾ ഇങ്ങനെ വരും ടോപ്പ്. ഇത് ടോപ്പ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ് വരുന്നത്. സെയിം നല്ല രസമുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളാണ്. പുറകു വശം എന്താ ഇങ്ങനെ വരും. ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ. ബോട്ടം ശരിക്കും ഒരു വട്ടിക്കാനല്ല, ഒരു കുറച്ചും കൂടിയും കട്ടി കിട്ടത്തക്ക രീതിയിൽ നമുക്ക് അത്ര ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു സ്ട്രൈറ്റ് കട്ട് പാൻറ്റ് പോലെ നല്ല കംഫർട്ടായിട്ട് വിടുത്തും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ട്. ഷോൾ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. M2XXL 999 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. വീണ്ടും 3 പീസ് സെറ്റ്. നേരത്തെ നമ്മുടെ ആ പിങ്ക് കളറിൻ്റെ റാണി പിങ്ക് കളറ് ലെങ്ത്ത് വൈസ് ഒരു ഇത്തിരി കുറവാണെങ്കിൽ ഇത് ലെങ്ത്ത് വൈസ് ഇച്ചിരി കൂടുതലാണ്. 48ഓളം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏത് ലെങ്ത്ത് ഉള്ള ആൾക്കാർക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ ഐറ്റം ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും, പക്ഷേ ലെങ്ത്ത് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെറി ബോർഡറൊക്കെ പോലെ വരുന്ന ലേസ് വർക്കുകൾ കിട്ടും. അത് നിങ്ങൾക്ക് താഴെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മൾ നിർബന്ധിക്കുന്നതല്ല. അതുപോലെ തന്നെ വൈറ്റ് കളറിലെ പൂക്കളാണ് പോകണം, അതും വേണമെങ്കിൽ നമുക്ക് ലൈസായിട്ട്. പക്ഷെ ഒരുപാട് ലൈസ് വർക്ക് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ ലെങ്ത്ത് കുറവുള്ള ഒരു കേസ് കൊണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ലെങ്ത്ത് ഇല്ല എന്നൊരു ഓപ്ഷൻ പലരും പറയുകയാണെങ്കിൽ അങ്ങനെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ലെങ്ത്ത് കുറവുള്ള ചില കസ്റ്റമേഴ്സ് നമ്മളോട് അങ്ങനെ പറയാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം, പക്ഷേ ഞാനൊരു ലേസിൻ്റെ അത് പാറ്റേൺ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനൊരു ഓപ്ഷനായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് റാണി പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. 48ഓളം ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ പോലത്തെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു മൽ കോട്ടൺ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഷാളൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ. പാറ്റക്കനം എന്ന് പറയുന്ന പോലെ അത്ര സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല ലുക്കുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇവിടെ യോക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ്, ത്രെഡ് വർക്ക്. അതുപോലെ അതിൽ ഇടയ്ക്കിടയ്ക്ക് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം മാത്രം ചെറുതായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ യോക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നോർമലാണ് കേട്ടോ. എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ബോട്ടം വന്നിട്ടുള്ളത് ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല കട്ടിയിൽ വരുന്ന ഇലാസ്റ്റിക്, നല്ല സെമി പലാസോടെ രീതിക്ക് തന്നെ നമുക്ക് വിടുത്തും കാര്യങ്ങളും പോകുന്നുണ്ട്. കണ്ടോ, ഇത്രയും വിടുത്തും കാര്യങ്ങളും പോകുന്നുണ്ട്. ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത്. ടോപ്പ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ഇത്രയും ഭാഗം മാത്രമാണ് ചെറിയ ഫ്ലീറ്റ്സിൽ ഗ്യാദേഴ്സ് കൊടുത്തേക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടും പുറകിലേക്കും നമുക്കങ്ങനെ ഗ്യാദേഴ്സ് ഇല്ല. ഇവിടെ വരെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാനൽ പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രിൻസസ് കട്ട് പോലെ ഇവിടുന്ന് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ലൊരു മെറ്റീരിയലുമാണ്. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ഡൈയിൽ വരുന്നതായിരിക്കും. ഇതൊക്കെ ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീനിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കളർ ഗാർഡോ യൂസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. കാരണം സോഫ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് എല്ലാം തന്നെ നല്ല നാച്ചുറൽ ഡൈയിൽ വരുന്നതായിരിക്കും. സ്ലീവ് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഷാള് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഇത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1099 ആണ് കേട്ടോ. സൈസ് സ്റ്റാർട്ട് മീഡിയം ടു XXL ആണ്. മീഡിയം എന്ന് പറഞ്ഞാൽ എല്ലാതും ഒരു സൈസ് മുന്നോട്ടുണ്ട്, പക്ഷേ നോർമൽ സൈസ് സ്റ്റാർട്ടിൻ്റെ റേഞ്ചിലേക്ക് തന്നെയാണ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം.
അടുത്ത് കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ നോർമൽ കൊണ്ടുവരാനുള്ള ചുരിദാർ മെറ്റീരിയലിനെ വിട്ട് കുറച്ച് കട്ട് വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഇച്ചിരി കൂടി ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല 4 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു സെമി സിൽക്ക് പോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ തന്നെ, കുറച്ച് ഗ്ലേസിങ് ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ. കണ്ട ചെറിയ ഗ്ലേസിങ് ഉണ്ട്. നല്ല മെറ്റീരിയലാണ്, കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കട്ട് വർക്കൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. താഴെ സീക്വൻസ് വർക്കും അതുപോലെ ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ പൂക്കളുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വർക്ക് ഇതിനകത്ത് ഓവറോൾ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ലുക്ക് വൈസ് വരുന്നത്. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാൻഡ് കൊണ്ടാണ് ബോട്ടം വരുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചറാണ് ഇതിന് പറയാനുള്ളൂ. നല്ല രസമാണ്, ഹെവി ആയിട്ടാണ് ഇതിൻ്റെ യോക്ക് ഏരിയ ഇരിക്കുന്നത് കേട്ടോ. നല്ല റിച്ച് ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. നല്ലൊരു കളറാണ് ഇത്. കളർ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ കളറാണ്. അതിനകത്തൊരു ഗ്ലേസിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു കളർ ചാർട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ കുറേ സീക്വൻസ് വർക്ക് ഓവറോൾ ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ല നീളവും വീതിയും ഉള്ള ഷാൾ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ലൈൻസിൽ സീക്വൻസ് വർക്ക് കൊടുക്കുന്ന ടൈപ്പിലാണ് ഷാള് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഫസ്റ്റ് കളർ ചാർട്ട് വന്നിട്ടുള്ളത്. നല്ല രസമുള്ളൊരു കളറാണ്. എനിക്ക് നോർമൽ നമ്മുടെ ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു വേർഷനല്ല, ഇച്ചിരി കൂടി വേറൊരു ടോണിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വൺ ലാവൻഡറാണ് കേട്ടോ. ഇതുണ്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 695 ആണ് കേട്ടോ. 695 നല്ല രസമാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാക്കി. യോക്ക് ഏരിയ നല്ല ഹെവി ആയിട്ടാണ് ഇരിക്കുന്നത്. സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ആണ് കേട്ടോ. ഈ ബ്ലൂ ടോണിലാണ് വരുന്നത്. ഓക്കെ. തേർഡ് കളർ വന്നിട്ടുള്ളത് ഒരു ഡസ്റ്റി പിങ്ക് എന്ന് പറയാം. ഒരു ഉണ്ടോ ഓൾമോസ്റ്റ് പീച്ച് എന്ന് പറയാൻ പറ്റില്ല, നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. ഡസ്റ്റി പിങ്ക് എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കളർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലർക്ക് ഇതിൻ്റെ എക്സാക്റ്റ് കളർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. എനിക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാൻ അറിയുള്ളൂ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണുന്ന കളർ തന്നെയായിരിക്കും. നമ്മൾ കളർ വേരിയേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഐഫോണിൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ എടുത്താൽ നമ്മുടെ കളറൊന്നും ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടൊന്നും കാണിക്കില്ല. നമ്മൾ സെൽഫിയൊക്കെ എടുത്താൽ നമ്മുടെ ആ ഒരു ലുക്ക് തന്നെ കിട്ടുള്ളൂ. എന്നാൽ സാംസങ്ങിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി നല്ല തിളങ്ങി നല്ല ഭംഗിയിൽ നിൽക്കും. പക്ഷേ അതൊരു ബ്രൈറ്റ്നെസ് കൂട്ടി കാണിക്കുന്നതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സെയിം കളർ തന്നെയാണ് ഐഫോണിൽ കാണിക്കുന്നത്. പക്ഷേ എന്നാലും നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ചിലർ കളർ വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഡസ്റ്റി പിങ്ക്, ഒരു ബ്ലൂ, ലാവൻഡർ, പിന്നെ നല്ല രസമുള്ളൊരു മെഹന്തി ഗ്രീൻ, 4 കളർ ടോണിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 695 ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത്. ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. സിംഗിൾ ടോപ്പ്, 2 പീസ്, കഫ്താൻ, 3 പീസ്, ചുരിദാർ മെറ്റീരിയൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കുക. നമ്മൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പാൻറ്റീസ് അങ്ങനെയുള്ള ഇന്നർ വെയർസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടം വെയർ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെല്ലാം മെറ്റാലിക് പാൻറ്റൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടുള്ളൂ. അടുത്ത കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.